ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്നൊരു പ്രോഡക്റ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയാണ്. നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നോട്ട് ഞാൻ ഇതിൽ എന്തൊക്കെ സെറ്റിങ്സ് ആണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് പ്രോഡക്റ്റിന് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഷൂട്ടിനായിട്ട് എന്തൊക്കെ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്ന് ഉറപ്പായിട്ടും കാണിക്കുന്നുണ്ട്. അതുപോലെ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്, എന്തൊക്കെ പ്രോപ്സ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് ഒക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം കണ്ടു നോക്കുക. നമുക്ക് എന്തായാലും ഒരുമിച്ച് കാണുന്ന വീഡിയോയിലൂടെ ഒരുമിച്ച് പഠിച്ച് വീണ്ടും ഷൂട്ടുകളിലൂടെ പഠിച്ച് ഒരുമിച്ച് മുന്നേറാം. എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. അപ്പം ഞാൻ എന്തായാലും ഷൂട്ടിലോട്ട് പോവുകയാണ്. ഷൂട്ടിൽ നമുക്ക് ഒരുമിച്ച് ഞാൻ എന്തായാലും ഓരോരോ കാര്യങ്ങളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സെറ്റപ്പ്. അതായത് നാച്ചുറൽ ഈ വിൻഡോയിൽ നിന്ന് വരുന്ന ലൈറ്റ് കൊണ്ടാണ് ഈ ഷൂട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ വിൻഡോയിൽ ഏത് ലൈറ്റ് ഇപ്പം ഏകദേശം ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത്യാവശ്യം ചെറിയൊരു ലൈറ്റ് മാത്രമുണ്ട്. ഹാർഡായിട്ടുള്ള ലൈറ്റ് അല്ല, നോർമലായിട്ടുള്ള ലൈറ്റാണുള്ളത്. അപ്പം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ തന്നെ ഉണ്ടോ, ഇങ്ങനെ ഒരു ഷാഡോ ക്രിയേറ്റ് ആയിട്ടുള്ള ലൈറ്റ് വരും. ഈ ഫോണിൽ ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ ഒരു ഷാഡോ ക്രിയേറ്റ് ആയിട്ടുള്ള ലൈറ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ ക്യാമറ സോണി M4 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സോണിയിൽ ഞാൻ ക്യാമറ ഓണാക്കിയിട്ടില്ല, ഓണാക്കാം. ഓക്കെ, നമുക്ക് ഓണാക്കിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, ക്യാമറ ഓണാക്കിയപ്പം ഇപ്പോൾ ISO എന്നുള്ളത് 50 ആണ്, അതായത് ഏറ്റവും കുറച്ചാണ് ISO വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നമുക്കൊരു ഫോട്ടോ എടുത്ത് നോക്കാം. ഓക്കെ, ഇപ്പോഴത്തെ ഫോട്ടോ ഇമേജ് ഫുള്ള് ഡാർക്കാണ്, ഒന്നും നമുക്ക് അങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റാത്ത ഒരു ലൈറ്റിലാണ് ഈ പ്രോഡക്റ്റ് ഉള്ളത്. കാരണം നമ്മൾ ക്യാമറയിൽ അഡ്ജസ്റ്റ്മെൻറ്റോ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ആ ഒരു ലൈറ്റ് ഉള്ളത്. അപ്പോൾ ISOയിൽ എത്രത്തോളം നമുക്ക് ISO ഇപ്പം 50 ആണ്. അടുത്ത് 50 കഴിഞ്ഞിട്ട് 64, 80, 100, 130 അങ്ങനെ കൂടിയിട്ടുണ്ട്, കൂടി വരെയാണ്. ഓക്കെ, ഇപ്പം നമുക്ക് ചെറിയൊരു ലൈറ്റിൻ്റെ കാണാൻ പറ്റുന്ന ഒരു എത്തിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഏകദേശം ഈ പ്രോഡക്റ്റ് കാണാം. ഒരു 500 ISO വെച്ചപ്പോഴത്തേക്ക് കാണാം. എന്നാലും കുറച്ചുകൂടെ ലൈറ്റ് വേണം, കാരണം നമുക്ക് ഡിസ്പ്ലേയിൽ കാണുന്നതിലല്ല വ്യൂ ഫൈൻഡറിൽ കാണുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വ്യത്യാസം വരും. അപ്പം നമുക്ക് കാണാം. ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ബ്രൗൺ കളർ 2 ചാർട്ട് പേപ്പറാണ്. ഒരു ചാർട്ട് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഒരു ചാർട്ട് പേപ്പറും അതിൻ്റെ മേളിൽ നമ്മളെ പ്രോഡക്റ്റും വെച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഷൂട്ടിൻ്റെ ഒരു ഐഡിയ ആണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് വെച്ചത്. അപ്പോൾ നമുക്കിനി ഫോക്കസ് നമുക്ക് ആ പ്രോഡക്റ്റിൻ്റെ സെൻറ്ററായിട്ട്, കാരണം ഇതിൽ അപ്രോച്ച് ഞാൻ മാക്സിമം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്രോച്ച് കട്ട് ചെയ്യുന്ന ഷാർപ്നെസ് നമുക്ക് ലൈറ്റ് കിട്ടാൻ വേണ്ടിയാണ്. വേണമെങ്കിൽ വീണ്ടും ISO കൂട്ടി ഒരു 800 വെച്ചിട്ട്, 800-നപ്പുറം പോകണ്ട കേട്ടോ, പ്രോഡക്റ്റ് അല്ലേ, നമുക്ക് അപ്രോച്ചറൊന്ന് കുറച്ച് കട്ട് ചെയ്യാം. അപ്രോച്ച് 2.2 ആണ്, കുറച്ചൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ, 2.5, 2.8, ഓക്കെ 2.8 മതിയാവും. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇത് നമുക്കൊന്ന് ഫോക്കസ് ചെയ്തൊരു ഫോട്ടോ എടുത്ത് നോക്കാം. ഓക്കെ, പ്രോഡക്റ്റും ഏകദേശം നന്നായിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ ഒരു ലൈറ്റ്. ഇത് വേറെ ലൈറ്റിംഗ് സെറ്റപ്പ് ഒന്നും ഉപയോഗിച്ചിട്ടല്ല, നമ്മുടെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലൈറ്റ് തന്നെയാണ്. ഓക്കെ, ആദ്യം എടുത്തിട്ടുള്ള ഫോട്ടോ ഇതാണ്. ഒന്നും കാണാൻ പറ്റുന്നില്ല, ISO ഒന്നും കൺട്രോൾ ചെയ്തിട്ടില്ല. അടുത്ത ISO എല്ലാം കൺട്രോൾ 50, അതിൽ 50 ISO ആയിരുന്നു. അടുത്ത് ISO എല്ലാം കൺട്രോൾ ചെയ്തിട്ടെടുത്ത ഇമേജാണ് ഇത്. ഈ ഒരു ഇമേജും നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ വേറെ ഔട്ട്പുട്ടില്ല. നമ്മൾ ഫോണിലായാലും ക്യാമറയിലായാലും ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ISO ശ്രദ്ധിച്ച് നമ്മുടെ ലൈറ്റിംഗ് കൂടെ ശ്രദ്ധിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഔട്ട്പുട്ട്. ഇപ്പോൾ നമുക്കൊരു നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, കണ്ടല്ലോ. കാരണം ഈ വിൻഡോയിലുള്ള ചെറിയ ലൈറ്റിലാണ് ഇത് ഞാനിവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ സെറ്റപ്പ് ഒന്നും വേണ്ട. ജസ്റ്റ് ഒരു മേശ എടുത്തിടുക, അതിൻ്റെ മേളിൽ നമുക്കൊരു ചാർട്ട് പേപ്പർ വയ്ക്കും, അതിൻ്റെ മേലൊരു ചാർട്ട് പേപ്പർ, അങ്ങനെ നമുക്കത് ഇഷ്ടാനുസരണം നമുക്ക് ചാർട്ട് പേപ്പറിൻ്റെ ഡിസൈൻസിൽ മാറ്റം വരുത്താം. നമുക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ച് ചാർട്ട് പേപ്പറിൽ ഡിസൈൻസ് മാറ്റം വരുത്തിയിട്ട് നമുക്ക് നന്നായിട്ട് ഷൂട്ട് ചെയ്യും. നല്ല ഫോട്ടോസും അപ്പോൾ എടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് കാണിച്ചിട്ട്, ഇപ്പോഴും നമ്മുടെ ലൈറ്റിംഗ് നല്ല ലൈറ്റിംഗ് തന്നെയാണ്. ഒരു ഫോട്ടോയും കൂടെ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോട്ടോ. അത് ഫോക്കസ് ജസ്റ്റ് ഔട്ടായിട്ടുണ്ട്, കാരണം ഫോക്കസ് അവിടെ ജമ്പിങ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോക്കസ് എവിടെയാണോ ഫോക്കസ് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് ഫോക്കസ് ആക്കി വെച്ചിട്ട്, ഓക്കെ, എനിക്ക് ആ പേര് കൃത്യമായിട്ട് വേണം, അതുകൊണ്ട് ഫോക്കസ് ക്ലിക്ക് ആക്കി വെച്ചിട്ട് ഒന്നുകൂടെ ഷൂട്ട് ചെയ്യണം. ഒരു ഫോട്ടോയും കൂടെ എടുക്കാം, അഡ്വാൻസ്ഡ് നമ്മൾ ഒന്നുകൂടെ എടുക്കാം. ഓക്കെ, 2 ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പേരും കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ കിടക്കിന് നല്ലൊരു ഷാഡോ ലൈറ്റിൻ്റെ ഒരു ഫോട്ടോയാണ് ഞാനിവിടെ എടുത്തത്. എനിക്കും ഏറ്റവും കൂടുതൽ ഷാഡോ ഓൺ സൈഡ് ലൈറ്റ്, ഷാഡോ ലൈറ്റൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഷൂട്ട് ചെയ്ത്
നിങ്ങൾക്ക് ചിലപ്പം ലൈറ്റ് ഫീൽഡിങ് ആവണമെങ്കിൽ പല മെത്തേഡും വേറെ ലൈറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് കണ്ടു നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ട്രൈ ചെയ്യാം. എല്ലാവരും ഇതുപോലെ ഷൂട്ട് ചെയ്ത് ഒരുമിച്ച് നിന്ന് പഠിച്ച് മുന്നോട്ട് വരാം.